അരുൺകുമാർ, ഇത് മായയുടെ വീടാണ്. മായയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. മായയും എല്ലാവരെയും കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരെയും കണ്ടെത്തിയിട്ടുണ്ട്. മായയുടെ അമ്മ ഇതാ കരയുന്നു. മായയുടെ അമ്മ രാവിലെ വന്നപ്പോൾ സങ്കടം പറഞ്ഞതാ. മോളെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ കൊണ്ടുവരും. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ അകത്താ. കണ്ടു, കേട്ടു, വർത്തമാനം പറഞ്ഞു. സംസാരിച്ചോ? ഫോണിൽ സംസാരിച്ചോ? വിളിച്ചിരുന്നു അകത്തുനിന്ന്? അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചവള്, അന്നേരം വർത്തമാനം പറഞ്ഞു. എന്താ പറഞ്ഞു? എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി കാട്ടിൽ കിടന്നിട്ടെന്ന് പറഞ്ഞു? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ നടക്കും, അവിടെ നിന്ന് ഇറങ്ങി വരുവാന്ന് പറഞ്ഞു. എത്ര മണിയോടുകൂടി ഇവിടെ എത്തുമായിരിക്കും? ഇവിടെ എപ്പോഴെത്തുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളെ സ്ഥലം എനിക്ക് പരിചയമില്ല. അങ്ങോട്ടൊക്കെ ഉള്ള സ്ഥലം പേടിച്ചു പോയല്ലേ അമ്മ? പേടിച്ചു പോയെന്നോ? ഒത്തിരി പേടിച്ചു. ഒത്തിരി ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അമ്മേനെയൊക്കെ വിളിച്ചു, അമ്മേനെയൊക്കെ വിളിച്ചു, ഒരുപാട് ഒത്തിരി വരുമ്പോൾ തന്നെ കുറിച്ചേയും കൊണ്ട് വഴിപാട് ഏൽപ്പിച്ചൊക്കെ നേർന്ന് അങ്ങനെ ഒരുപാട് വിഷമിച്ചു. എന്തായാലും ആശ്വാസമായില്ലേ? സന്തോഷമായില്ലേ? എന്തായാലും അത് ഈ ചേട്ടനാണ് പറഞ്ഞു കേട്ടോ. 8 മണി ഇവിടെ ആവുമ്പോൾ എന്തായാലും കണ്ടെത്തുന്ന ചേട്ടനാണ് ആദ്യം പറഞ്ഞത്. എന്റെ പ്രതീക്ഷ വലിച്ചില്ലേ? വലിച്ചു. സന്തോഷമായില്ലേ? എനിക്ക് വളരെ പ്രതീക്ഷയായിരുന്നു. കാരണം 19 മുമ്പ് ഒരു സംഭവം ഉണ്ടായതാ. എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ ഭാര്യ ഇതുപോലെ 4 മണിക്ക് തിരിച്ചു വന്നു. ശരിയെന്നാ. അതാണ് എന്തായാലും കണ്ടെത്തിയിരിക്കുന്ന എല്ലാവരും ആ സന്തോഷത്തിലാണ്. കാരണം ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ മായയുടെ അച്ഛനാണെന്ന് തോന്നുന്നു. കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ മായയെ. അല്ല, മായയെ കണ്ടെത്തിയിട്ടുണ്ട്. വിളിച്ചിരുന്നോ? ഫോറസ്റ്റുകാർ വിളിച്ചിരുന്നോ? ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു വെച്ച് അവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് അറിവ് കിട്ടി. എൻ്റെ അച്ഛനെ, എൻ്റെ അനിയത്തെ കിട്ടിയെന്ന്, അനിയത്തെയും പെങ്ങളെ കിട്ടിയെന്ന്, മറ്റേ കൊച്ചിനെ കിട്ടിയെന്നും പറഞ്ഞു. അച്ഛൻ എവിടെയാ? അച്ഛൻ്റെ അച്ഛൻ മരിച്ചിട്ട് വർഷം 58 മരിച്ച. ആന വന്ന ആ തോടിൻ്റെ അക്കരെ, ഇപ്പോൾ ഇവിടെ ചെന്ന തോടിൻ്റെ അക്കരെ അവിടെ ആന വന്ന അവിടെ ചെന്ന് ഞാൻ പരാതി പറയാത്തുള്ളൂ. എൻ്റെ കൊച്ചിലിപ്പോൾ തല്ലുന്നു ഞാൻ പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് വിളി കിട്ടി. എൻ്റെ കൊച്ചിന് അവിടെ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചു. എനിക്ക് സമാധാനമായി. ഞാൻ ഇന്നലെ വൈകുന്നേരം പോലും ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ആശ്വാസം.